ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുന്ന ഇന്ത്യക്കാർക്കുള്ള സ്വർണ്ണ കസ്റ്റംസ് നിയമങ്ങളിൽ വിശദീകരണം നൽകി അധികൃതർ. വിദേശത്ത് താമസിച്ചിരുന്ന കാലയളവിനെ ആശ്രയിച്ചാണ് ഇനി മുതൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന കസ്റ്റംസ് തീരുവ നിർണ്ണയിക്കുന്നത്. 1 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് താമസിക്കുന്ന യാത്രക്കാർക്ക് ഡ്യൂട്ടി ഫ്രീ ആയി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാം. പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയുമാണ് അനുവാദമുള്ളത്. 20 ഗ്രാമിന്റെ മൂല്യം 50,000 രൂപയും 40 ഗ്രാമിന്റെ മൂല്യം 1 ലക്ഷം രൂപയുമാണ്. എന്നാൽ സ്വർണ്ണ ബാറുകൾ, നാണയങ്ങൾ, ബിസ്ക്കറ്റുകൾ എന്നിവയ്ക്ക് ഈ ഇളവ് ബാധകമല്ല. 6 മുതൽ 12 മാസം വരെ വിദേശത്ത് താമസിച്ചു മടങ്ങുന്നവർക്ക് 1 കിലോഗ്രാം വരെ സ്വർണത്തിന് 13.7% ഇളവ് തീരുവ അടയ്ക്കേണ്ടി വരും. ആഭരണങ്ങൾ, ബാറുകൾ, നാണയങ്ങൾ എന്നിവയ്ക്ക് ഈ നിരക്ക് ബാധകമാണ്. 6 മാസത്തിൽ താഴെ വിദേശത്ത് കഴിഞ്ഞവർക്ക് ഏറ്റവും ഉയർന്ന നിരക്കായ 38.5% തീരുവ ബാധകമാകും. ഇവർക്ക് ആഭരണങ്ങൾക്ക് പോലും ഡ്യൂട്ടി ഫ്രീ അലവൻസ് ലഭിക്കില്ല. ഡ്യൂട്ടി ഫ്രീ പരിധി കവിയുന്നവർക്ക് സ്ലാബ് അടിസ്ഥാനത്തിൽ അധിക തീരുവ ഈടാക്കും. പുരുഷന്മാർക്ക് 20 മുതൽ 50 ഗ്രാം വരെ 3%, 50 മുതൽ 100 ഗ്രാം വരെ 6%, 100 ഗ്രാമിന് മുകളിൽ 10% തീരുവ അടയ്ക്കണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രവാസികൾക്കായുള്ള രാജ്യത്തെ ആദ്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച നോർക്ക. പ്രവാസി കേരളീയർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്ന നോർക്ക കെയർ പദ്ധതിയാണ് അവതരിപ്പിച്ചത്. പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നിലവിൽ കേരളത്തിലെ 500-ലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ 16,000-ഓളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ആയി ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. ഭാവിയിൽ GCC രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും പദ്ധതി ലഭ്യമാക്കാനാണ് ശ്രമം. പോളിസിയുടെ ഭാഗമായ ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പോളിസി പുതുക്കാനുള്ള സംവിധാനവും ഒരുക്കും. ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ എന്നത്. നോർക്ക കെയർ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 22 മുതൽ ഒക്ടോബർ 22 വരെയാണ് ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ്. നവംബർ 1 മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി അറേബ്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വലിയ മുന്നേറ്റവുമായി ഗൂഗിൾ പേയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. രാജ്യത്തെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാകും ഗൂഗിൾ പേ ഇനി പ്രവർത്തിക്കുക. സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ വഴി ഓൺലൈൻ ഇടപാടുകൾ വൈകാതെ നടത്താൻ കഴിയും. വരും ആഴ്ചകളിൽ രാജ്യമെമ്പാടും സേവനം ലഭ്യമാകുമെന്ന് ഗൂഗിൾ പേ അധികൃതർ അറിയിച്ചു. റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന മണി മിഡിൽ ഈസ്റ്റ് കോൺഫറൻസിൽ സൗദി സെൻട്രൽ ബാങ്കാണ് പ്രഖ്യാപനം നടത്തിയത്. സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിൾ അധികൃതരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് പ്രഖ്യാപനം നടന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക. വിഷൻ 2030 ലക്ഷ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക, പണമിടപാടുകൾ 2025-ഓടെ 70% കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഗൂഗിൾ പേ സേവനം സുരക്ഷിതവും എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതുമാണ്. മാഡ കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഗൂഗിൾ വാലറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.